ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അക്കരപ്പച്ച അക്കരപ്പച്ച എന്ന് കേട്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും തന്നെ അറിയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാമ്പിൾ പറയുന്നത്, നാട്ടിൽ നമ്മൾ ജീവിക്കുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടി വിദേശത്ത് പോയാൽ മതിയായി. വിദേശത്ത് ചെന്ന് ഞാൻ പിന്നെ പറയണ്ട, എത്രയും പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയാൽ മതി. അത് സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടാകുന്നതാണ്. ഇത് സ്ഥലങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ശരി, ഓരോ സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ശരി. ഞാൻ സാധനങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ നാട്ടിൽ ജീവിക്കുവാണെങ്കിൽ സാധാരണ ബ്രാൻഡി അല്ലെങ്കിൽ സാധാരണ കള്ളൊക്കെ കുടിക്കുമ്പോൾ നമുക്കൊരാഗ്രഹമോ വിദേശിയായ നല്ല വിസ്കിയെ അല്ലെങ്കിൽ അവിടുത്തെ വലിയ വില കൂടിയ ബ്രാൻഡി അതൊക്കെ കഴിക്കാൻ ഭയങ്കരമാണ് നമുക്ക് ആഗ്രഹമാണ് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും. വിദേശത്ത് ചെന്ന് കഴിഞ്ഞ് ഇതെല്ലാം ഈ വിസ്കിയും ബ്രാൻഡി എല്ലാം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒരു ആഗ്രഹം എന്താണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല മുന്തിരിക്കള്ള് അതൊക്കെ കിട്ടുവാണെങ്കിൽ വളരെ കുടിക്കാൻ വളരെ ആഗ്രഹം സ്വാഭാവികമായിട്ട് തോന്നും. എന്താണെങ്കിലും ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ആഗ്രഹിക്കാവുന്നേ ഉള്ളൂ. ഇനി ആഗ്രഹിച്ച് നാട്ടിൽ ചെന്നാൽ ഇപ്പം കിട്ടുന്ന മുന്തിരിക്കല്ലിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയുള്ളതാണെന്നുള്ളത്. മുഴുവൻ എന്ന് വെച്ചാൽ നമ്മൾ ഗുളിക വരെ ഇട്ടൊക്കെയാണ് ഇപ്പം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണെങ്കിലും നമുക്കിവിടെ ഗുളിക ഒന്നും ഇടണ്ട, അതൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് മുന്തിരിക്കള്ള ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വാച്ച്. റെഡി? അപ്പം നമുക്ക് നല്ല അടിപൊളി മുന്തിരിക്കള്ള ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു ഭരണിയാണ് വേണ്ടത്. ഇത് ഗ്ലാസിൻ്റെ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല, പക്ഷേ ഗ്ലാസിൻ്റെ ആണെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ. പിന്നെ ഇത് ശരിക്കും കഴുകി നല്ല ചൂടുവെള്ളത്തിൽ കഴുകി എടുത്ത് ഉണക്കിയിരിക്കണം. അതായത് നല്ല വൃത്തിയും വെടുപ്പും ഉള്ളതായിരിക്കണം എന്നർത്ഥം. അതിനുശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കോക്കനട്ട് വാട്ടർ. അപ്പോൾ എനിക്ക് ഇതേ കിട്ടാൻ മാർഗ്ഗമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പാക്കറ്റിൻ്റെ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നാട്ടിലാണെങ്കിൽ നല്ല തേങ്ങാവെള്ളം കിട്ടുമെങ്കിൽ അത് മതി. അതല്ല കരിക്കിൻ്റെ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ. ഇതിപ്പോൾ ഇവിടെ ഞാൻ 1 ലിറ്റർ നാച്ചുറൽ കോക്കനട്ട് വാട്ടർ പാക്കറ്റിലുള്ളതാണ് ഒഴിക്കുന്നത്. ഓക്കെ. അങ്ങനെ നമ്മുടെ 1 ലിറ്റർ തേങ്ങാവെള്ളം ഇതിൻ്റെ അത് ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, അതായത് നമ്മൾ മുന്തിരിക്കളർ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ നല്ല റെഡ് കളറിലുള്ളതും അതോടൊപ്പം തന്നെ നല്ല പഴുത്തതുമായ നല്ല മുന്തിരിങ്ങ. ഓക്കെ. നല്ല പഴുത്ത മുന്തിരിങ്ങ ഒരൽപ്പം ഇതിലേക്ക് ഇടുക. ഇതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു സാധനം കൂടിയുണ്ട്, അതായത് നമ്മുടെ ഉണക്കമുന്തിരിങ്ങ ഒരു കുറച്ചിടുക, ഒരു 50 ഗ്രാമോളം ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഷുഗറാണ്. ഓക്കെ. നമ്മൾ 1 ലിറ്റർ തേങ്ങാവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 200 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാമെങ്കിലും ഷുഗർ വേണം. ഓക്കെ. ഓക്കെ. ഷുഗർ വിട്ടു. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് തേങ്ങാവെള്ളം, അതോടൊപ്പം തന്നെ മുന്തിരിങ്ങ, ഡ്രൈ ഗ്രേപ്സ്, പിന്നെ ഇപ്പം നമ്മൾ ഷുഗർ, ഇതെല്ലാം ഇട്ട ശേഷം ശരിക്കും ഇളക്കുക. ശരിക്കും ഇളക്കിയ ശേഷം ഇനി നമ്മുടെ കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ്, അതായത് ഡ്രൈ ഈസ്റ്റ്. ഓക്കെ. ഏത് കമ്പനിയുടെ ഈസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് ഡ്രൈ ഈസ്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമുണ്ട്. ഓക്കെ. ഡ്രൈ ഈസ്റ്റ് നമുക്ക് ഇതുപോലെ വലിയൊരു സ്പൂണാണെങ്കിൽ ഒരു 1/2 സ്പൂണോളം ഇടുക. ഓക്കെ. 1/2 സ്പൂണോളം ഇടുക. അതിനുശേഷം ശരിക്ക് ഇളക്കുക. ശരിക്ക് ഇളക്കിയ ശേഷം മാറ്റിവെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഉള്ളൊരു ചെറിയ ഇഴയുള്ള ഒരു ചെറിയ തോർത്ത് വെച്ച് നമുക്ക് ഇത് മൂടാം. അതിനുശേഷം റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ എങ്ങനെയോ എന്തെങ്കിലും സാധനം കൊണ്ട് ശരിക്കും ടൈറ്റാക്കി കെട്ടുക. ഓക്കെ. ഇതിന് ചെറിയ രീതിയിലുള്ള ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ. ഇങ്ങനെ ആക്കിയ ശേഷം നിങ്ങൾ ഒരു കാരണവശാലും പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എവിടെയെങ്കിലും റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുപോയി വെക്കുക. ഓക്കെ. 24 മണിക്കൂറിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി മുന്തിരിക്കള്ളി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ടേസ്റ്റും ചെയ്ത് നോക്കാം. ഓക്കെ. റെഡി? അപ്പം നമ്മുടെ 24 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മുന്തിരിക്കല്ലിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. നല്ലൊരു ആകാംക്ഷ ഉണ്ടല്ലോ, എനിക്കും ഉണ്ട്. ഓക്കെ. ഇതാ നമ്മൾ ഇവിടെ മാറ്റി വെച്ചിരുന്ന മുന്തിരിക്കള്ളിയുണ്ട്. നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല സ്മെല്ല് നമുക്കടിക്കും.
കാരണം വെച്ചാൽ നമ്മുടെ ഇട്ടേക്കുന്ന മുന്തിരിങ്ങ, അതായത് ഫ്രഷ് മുന്തിരിങ്ങയും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ആഡ് ചെയ്തിരിക്കുന്ന ഉണക്ക മുന്തിരിങ്ങയോടെയും കൂടെ സ്മെല്ല് ശരിക്കടിക്കും. അതോടൊപ്പം നമ്മുടെ ഈസ്റ്റും തേങ്ങാവളം എല്ലാം കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ഒരു സ്മെല്ലാണ്. ഓക്കെ, ഇനി ഇതെടുത്ത ശേഷം നമുക്ക് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടും മുകൾ ഭാഗത്തായിട്ടും ഒക്കെ കുറേ മട്ടം ഉണ്ടാവും. അത് നമ്മൾ ശരിക്കും അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അരിച്ചെടുക്കാൻ വേണ്ടി നമുക്കിതുപോലുള്ള ചെറിയൊരു അരിപ്പ എടുക്കാം. അരിപ്പ എടുത്തിട്ട് നേരെ ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ കുപ്പിയിലേക്ക് അരിച്ചെടുത്താലും കുഴപ്പമില്ല. എന്താണെങ്കിലും നമുക്ക് അരിച്ചെടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഒരു ഗ്ലാസ്സിലേക്ക് ഒരല്പം അരിച്ചെടുത്തു. നമുക്കിനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സൂപ്പർ. നമ്മൾ ജസ്റ്റ് ഒരു 24 മണിക്കൂർ ആയപ്പോഴത്തേക്കും നല്ല നല്ല പുളിപ്പും, അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ടുകൊണ്ട് അത് കൂടുതൽ ഫെർമെൻറ്റേഷൻ നടന്നുകൊണ്ട് നല്ല സ്പാർക്ലിങ്, അതായത് നമുക്ക് കള്ള് കുടിക്കുന്ന സാധനമായിട്ടുള്ള നമുക്കൊരു ഗ്യാസ് ഫോം ചെയ്യുമല്ലോ ഈ കള്ളിനകത്ത്, അതുപോലുള്ള എഫക്റ്റും, അതായത് നല്ല അത്യാവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല മുന്തിരിക്കള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സൂപ്പർ. ഒരല്പം അച്ചാറോട് കിട്ടിയിരുന്നെങ്കിൽ തൊട്ട് താഴെയായിരുന്നു. ഓക്കെ ഓക്കെ, എന്താണെങ്കിലും അടിപൊളിയാണ്. താല്പര്യമുള്ളവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കിയ ശേഷം പിന്നെ നേരെ ഫ്രിഡ്ജ് വെക്കുക. ഒരു കുഴപ്പമില്ല. 2 അല്ലെങ്കിൽ 3 ദിവസം കഴിയുന്നോറും, ഓരോ ദിവസം കഴിയുന്നോറും ഇതിന് വീര്യം കൂടിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മളിപ്പോൾ സാധാരണ ഇളങ്കള്ള ഉണ്ടാക്കിയ ശേഷം അത് 3-4 ദിവസം കഴിയുമ്പോൾ മൂപ്പൻ കള്ളാകല് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കള്ളിൻ്റെയും അവസ്ഥ. ഓക്കെ, കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.